السلام عليكم ورحمة الله وبركاته. الحمد لله كفى وسلام على عباده الذين اصطفى. ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. മഹത്തായ ഖസീദത്തുൽ ബുർദ എന്ന ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കാവ്യം അത് വിശദീകരിക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധം അത് വിശദീകരിക്കുന്ന ഒരു പ്രോഗ്രാം യൂട്യൂബ് ചാനലിലൂടെ ആരംഭിക്കാൻ യുവ പണ്ഡിതനും പ്രശസ്ത വാഗ്മിയും മുദരിസും ചിന്തകനുമായ സദീഖ് ഫൈസി തീരുമാനിച്ചതായി അറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ചെറിയൻകീഴ് കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്തിന്റെ നിഷേധ്യനായ ഇമാമും മുദരിസുമായി സേവനം ചെയ്യുന്ന യുവ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സദീഖ് ഫൈസി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും പോഷക പ്രസ്ഥാനങ്ങളുടെയും സജീവ പ്രവർത്തകനായി പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെടുന്ന ഒരു യുവ പണ്ഡിതനാണ്. ദർസി രംഗത്ത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നല്ല ഒരു അനുഭവം കാഴ്ചവെക്കാൻ കഴിഞ്ഞ, എപ്പോഴും കിതാബിനോടും ഇൽമിനോടും ദർസിനോടും താല്പര്യമുള്ള, ഒരുപാട് കിതാബുകൾ നോക്കുകയും പഠിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു യുവ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സദീഖ് ഫൈസി. മഹത്തായ വാളക്കാട് ജാമിഉൽ ഖൈറാത്ത് അറബി കോളേജിൽ വന്യരായ ശൈഖുനാ ടിങ്ങൽ ഉസ്താദിന്റെയും ആദരണീയരായ മറ്റു ഉസ്താദുമാരുടെയും ശിക്ഷണത്തിൽ പഠിച്ചു വളർന്നു അവിടെ നിന്ന് മഹത്തായ ജാമിഅ നൂരിയയിൽ പോയി ഫിഖ്ഹി ബിരുദം കരസ്ഥമാക്കി സേവനം ചെയ്തു വരുന്ന യുവ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സദീഖ് ഫൈസി. അദ്ദേഹം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വിശദീകരിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് മഹത്തായ ബുർദ എന്ന ഖസീദയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂശിരി റഹ്മത്തുള്ളാഹി അലൈഹി ലോകപ്രശസ്തനായ ഒരു മഹാപണ്ഡിതനാണ്. ഏറ്റവും വലിയൊരു പ്രവാചക പ്രേമിയാണ്. ആശിഖുർ റസൂലാണ്. സുൽത്താനുൽ മാദിഹീൻ. പ്രവാചക പ്രേമികളുടെ, പ്രവാചകനെ മദ്ഹ് ചെയ്യുന്നവരുടെ ചക്രവർത്തി സ്ഥാനം അലങ്കരിക്കുന്ന മഹാനായ ഇമാം ബൂശിരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ലോകപ്രശസ്തമായ ഗ്രന്ഥം ഒരുപാട് പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ എഴുതുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും വിശദീകരിക്കുകയും ചെയ്ത, ആ നിലയിൽ ലോകം ഏറ്റെടുത്ത, ലോകം സ്വീകരിച്ച മഹത്തായ ആ കാവ്യം അത് വിശദീകരിക്കുകയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമാകാൻ അടുത്തു നിൽക്കുന്ന റബീഉൽ അവ്വലിന്റെ ചാരത്തെത്തി നിൽക്കുന്ന ഈ സമയത്ത് ബഹുമാനപ്പെട്ട യുവ പണ്ഡിതൻ സദീഖ് ഫൈസി തീരുമാനിച്ച ഈ തീരുമാനത്തിലൂടെ അൽഹംദുലില്ലാഹ് വളരെയധികം സ്തുത്യർഹമാണ്. അല്ലാഹു അത് വിജയിപ്പിക്കുകയും എല്ലാ ജനങ്ങൾക്കും അത് മനസ്സിലാക്കാനുള്ള നല്ല ഒരു വഴിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ആ മഹത്തായ സംരംഭത്തിന് ഒരു തുടക്കമെന്നോണം ചെറുതായൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് തുടക്കം കുറിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിന്നോളം പരിശുദ്ധമായ ഖസീദത്തുൽ ബുർദ കൊണ്ട് ആത്മീയമായും ഭൗതികമായും പ്രവാചക പ്രേമികൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നേടിയെടുത്തിട്ടുണ്ടോ അതുപോലെ ഒട്ടൊരുപാട് അനുഗ്രഹങ്ങൾ നേടാൻ, കരസ്ഥമാക്കാൻ നമുക്കും അത് ശ്രവിക്കുന്ന ശ്രോതാക്കൾക്കുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുകയും ഇതിന്റെ സേവനത്തിലായി മുഴുകി ജീവിക്കുന്ന മഹാന്മാരായ ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, മഹത്തുക്കളായ പണ്ഡിതന്മാർ, അവരുടെ ബറക്കത്ത് അല്ലാഹു നാം എവരിലും സദാ വർഷിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതിനുവേണ്ടി രംഗത്ത് വന്ന യുവ പണ്ഡിതൻ ബഹുമാനപ്പെട്ട സദീഖ് ഫൈസിക്ക് അല്ലാഹു ദീർഘ
ദീർഘായുസ്സും ആഫിയത്തും വാക്ചാതുരിയും ജനമനസ്സുകളിലേക്ക് വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചു കൊടുക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും ഹിദായത്തും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു ഫാത്തിഹ ഓതി ചെറിയൊരു ദുആ ചെയ്ത് നമുക്കതിന് തുടക്കം കുറിക്കാം. അല്ലാഹു ഖബൂലാക്കട്ടെ. إلى حضرة روح نبينا وسيدنا محمد صلى الله عليه وسلم وإلى حضرات أرواح أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه ونور ما تلوناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وسيدنا وشفيعنا محمد صلى الله عليه وسلم. اللهم أنزله المقعد المقرب عندك يوم القيامة وإلى حضرات الروح آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات الروح أزواجه وذرياته وأهل بيته وعترته كلهم أجمعين وإلى حضرات أرواح سائر الأنبياء والأولياء والعلماء والعظماء والشهداء والزهاد والصديقين والصالحين وإلى حضرات أرواح أساتذتنا ومشايخنا وأهل الخير كلهم أجمعين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وعزا على عزهم وكرامة على كراماتهم وعلي درجاتهم عندك يا رب العالمين. اللهم أفض علينا من فيضاتهم وأمدنا بمددهم وأعزنا بعزتهم واحمنا بحمايتهم واحفظنا بحفظهم وانفعنا بعلومهم وبركاتهم وأسرارهم وأنوارهم يا رب العالمين. اللهم بحقهم وبجاههم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا يا رب العالمين. اللهم بارك لنا في جميع أمورنا خصوصا في أمرنا هذا يا رب العالمين. اللهم بارك لنا في جميع أمورنا واجعل جميع أمورنا في رضاك يا رب العالمين. اللهم بارك لنا في جميع أمورنا واجعل جميع أمورنا في رضاك يا رب العالمين. اللهم يسر عسيرنا وسهل أمورنا وفرج همومنا واكشف كروبنا واشف أمراضنا وأمراض مرضانا وأقض ديوننا وديون من نبيناهم يا رب العالمين. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء لشفاء الأمراض وأمراض من نبيناهم الأمراض الظاهرية والباطنية والحسية والمعنوية بحق هؤلاء الشرفاء الكرماء العظماء المذكورين ببركة هذه القصيدة المباركة الميمونة وببركة العلماء الذين يخدمون هذه القصيدة يا رب العالمين. اللهم بحقهم وبجاههم بارك لنا في جميع أمورنا يا رب العالمين. ربنا عليك توكلنا وإليك
وإليك نبنا وإليك المصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرات أرواح من ماتوا منا من آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقربائنا وجميع المسلمين والمسلمات. اللهم اغفر لنا ولهم وارحمنا وارحمهم واجمع بيننا وبينهم في دار جناتك النعيم. اللهم اجعلنا وإياهم من الفائزين في الدارين بحق سيدنا محمد صلى الله عليه وسلم بحق هؤلاء الشرفاء الكرماء العظماء المذكورين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الحمد لله الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أمن تذكر جيران بذي سلمي مزجت دمعا جرى من مقلة بدمي. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ മുസ്ലിം സമൂഹം നെഞ്ചിലേറ്റിയ പ്രവാചക പ്രകീർത്തന കവിതാ സമാഹാരമായ ഖസീദത്തുൽ ബുർദ എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ കവിത, ആ പരിശുദ്ധമായ കാവ്യം ദറസ് നടത്തുക എന്നുള്ളത് ഏറെ നാളത്തെ വലിയൊരു അഭിലാഷമായിരുന്നു. ഇന്ന് അതിന് തുടക്കം കുറിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകി. എന്റെ പ്രിയപ്പെട്ട ആത്മീയ ഗുരു മിസാ മുതൽ സ്വഹീഹുൽ ബുഖാരി വരെയുള്ള ഏകദേശം കിതാബുകളും ഓതിത്തന്ന ബഹുമാനപ്പെട്ട ശൈഖുന മാമം അബ്ദുൽ ലത്തീഫ് ബാക്കവി ഉസ്താദ് അവറുകളുടെ ദുആയോടും ആശംസയോടുകൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അല്ലാഹു അത് സ്വീകരിക്കട്ടെ, അല്ലാഹു അത് കബൂലാക്കട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരാൻ പോവുകയാണ്. വിശ്വാസികൾ മുഴുവൻ വളരെ പ്രതീക്ഷയോടുകൂടി വിശുദ്ധമായ റബീഉൽ അവ്വലിനെ വരവേൽക്കുമ്പോൾ അവരുടെ മനസ്സുകളിൽ വലിയ പ്രതീക്ഷയുണ്ട്. അല്ലാമ ഇമാം ബൂസൂരി റളിയല്ലാഹുവിന്റെ രോഗശമനത്തിന് വേണ്ടി മഹാനവറുകൾ ഈ പരിശുദ്ധമായ കവിത എഴുതുകയും അതിലൂടെ രോഗശമനം ലഭിക്കുകയും ചെയ്തത് ശേഷം ആ ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ ഈ പരിശുദ്ധമായ ബുർദ ഈ ദറസ് നടത്താൻ തന്നെ തീരുമാനിച്ചത് ആ ഒരു നിയത്ത് ലോക ജനതയെ കീഴടക്കിയ COVID-19 എന്ന മഹാമാരിയിൽ നിന്നും ലോക ജനതയ്ക്ക് പരിശുദ്ധമായ ബുർദയിലൂടെ മോചനം ലഭിക്കണം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ, അതിലൂടെ വിശ്വാസികൾക്ക് ഒരു പുതുജീവൻ ലഭിക്കണം. അതിന് ഈ ബുർദ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമായ ഈ ബുർദയുടെ സവാബ് വിനീതന്റെ ജീവിതത്തിന് പ്രകാശം നൽകിയ തെക്കൻ കേരളത്തിലെ പണ്ഡിത തറവാട്ടിലെ കുലപതിയായ ശൈഖുന ആറ്റിങ്ങൽ ഉസ്താദ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും വിജ്ഞാനവും വിനയവും നിറഞ്ഞ് ഒരു ഉഹർവിയായ ആലിമിനുണ്ടാകേണ്ട മുഴുവൻ ഗുണങ്ങളും സമ്മേളിച്ച മഹാനായ ആറ്റിങ്ങൽ ഉസ്താദ് ഒരു ആലിമ് എങ്ങനെയാകണം, ഒരു ആലിമിന്റെ ജീവിതം എങ്ങനെയാകണം, ഒരു ആലിമ് എന്തായിക്കൂടാ എന്ന് മഹാനായ ആറ്റിങ്ങൽ ഉസ്താദിന്റെ ജീവിതത്തിൽ നിന്നും
നമുക്ക് ദർശിക്കാൻ കഴിയും. ഒരു ആലിമിന് ഉണ്ടാകേണ്ട മുഴുവൻ ഗുണങ്ങളും മഹാനവറുകൾ സമ്മേളിച്ചിരുന്നു. മഹാനവരുടെ ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിന്റെ തോഴത്തിലായിരുന്നു. മഹാനവറുകളുടെ ചിന്ത തന്നെ തദ്രീസായിരുന്നു. മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഇലാഹി സ്മരണയിൽ ജീവിച്ച് ആശിച്ചതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് അനുഗ്രഹീതമായ വിശുദ്ധമായ റമദാൻ മാസത്തിൽ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു. കിബിലയ്ക്ക് നേരെ കിടന്നു. നമ്മുടെ അയിമ്മത്തുകളുടെ ചരിത്രം നാം കിതാബുകളിൽ നിന്ന് പഠിച്ചതുപോലെ അവരൊക്കെ മരണത്തെ പ്രതീക്ഷിച്ച് കിടന്നതുപോലെ മഹാനായ നമ്മുടെ ശൈഖുന മരണത്തെ പ്രതീക്ഷിച്ച് കിടന്നു. അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങിയ മഹാൻ അള്ളാഹുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആറ്റിങ്ങൽ ഉസ്താദിന് പകരം ഒരു മഹാനായ പണ്ഡിതനെ നമുക്ക് തെക്കൻ കേരളത്തിൽ ദർശിക്കാൻ കഴിയുകയില്ല. അത്രയ്ക്കും വലിയ മഹാനായിരുന്നു. ഇൽമു കൊണ്ടും അമല് കൊണ്ടും വലിയ മഹാനായിരുന്നു. മഹാനവറുകളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഗുണപാഠമുണ്ട്. ആ മഹാനവറുകൾക്ക് ഇതിന്റെ സവാബ് അല്ലാഹു നൽകട്ടെ. അതുപോലെ വിനീതന്റെ ഉസ്താദന്മാരിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട വെമ്പായം ഉസ്താദ് എന്നറിയപ്പെടുന്ന നാസറുദ്ദീൻ ഫൈലിയും പോത്തങ്കോട് അബ്ദുൾ റഷീദ് ഉസ്താദ് അവറുകളും. ആ രണ്ടുപേർക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആത്മീയതയുടെ പടവുകളിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങിയ മഹാനായ വെമ്പായ ഉസ്താദ് അവറുകൾ സദാസമയവും ഓരോ നിമിഷങ്ങളും അള്ളാഹുവിന്റെ തോഴത്തിലായി ദിക്റിലൂടെ സ്വലാത്തിലൂടെ തന്റെ നാവുകൾ ചലിപ്പിച്ച് ഇലാഹി സ്മരണയിൽ ജീവിച്ച മഹാനവറുകൾക്ക് അല്ലാഹു സ്വർഗം നൽകട്ടെ. മഹാനായ പോത്തങ്കോട് ഉസ്താദിനും അല്ലാഹു സ്വർഗം നൽകട്ടെ. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഉസ്താദന്മാർ ബഹുമാനപ്പെട്ട ജാമിഉൽ ഖൈറാത്തിന്റെ പ്രിൻസിപ്പാൾ കുന്നിക്കോട് അബ്ദുർ റഹീം ബാക്കവി ഉസ്താദ് അവറുകൾ, മാമം അബ്ദുൽ ലത്തീഫ് ബാക്കവി ഉസ്താദ് അവറുകൾ, ആനച്ചൽ അബ്ദുർ റഹീം ബാക്കവി ഉസ്താദ് അവറുകൾ, ആനച്ചൽ അബ്ദുർ റഷീദ് ബാക്കവി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ കൊട്ടിയം ഷഫീഖ് അൽ ബാക്കവി ഉസ്താദ് അവറുകൾ, അതുപോലെ ബഹുമാനപ്പെട്ട ഷാജഹാൻ ഫൈലി അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവരുടെ നാവുകൾ അള്ളാഹു ഖൈറും ബറക്കത്തും ശക്തിയും നൽകട്ടെ. വിജ്ഞാനങ്ങൾ ബറക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് നാള് ഈ പരിശുദ്ധമായ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ തദ്രീസ് നടത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ വിനീതന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സ്നേഹിച്ചു കൊതി തീരും മുമ്പേ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായ പ്രിയപ്പെട്ട എന്റെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ എന്നെ സഹായിച്ചവർ, അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഈ മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ പോകാൻ, ഗുരുവര്യന്മാരോടൊപ്പം സ്വർഗത്തിൽ പോകാൻ, ഇമാം ബൂസൂരിയോടൊപ്പം സ്വർഗത്തിൽ പോകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ എല്ലാവരെയും ആശിഖ് റസൂലിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായി ബുർദയുടെ ക്ലാസ് ഹക്കായ രീതിയിൽ അത് നിർവഹിക്കുവാനും അത് പൂർത്തിയാക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും അതിനുവേണ്ടി ദുആ ചെയ്യണം. എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ സ്നേഹത്തോടു കൂടെ തന്നെ അത് ഉണർത്തി തരുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് അത് തിരുത്താൻ തയ്യാറാണ്. അതുപോലെ തന്നെ വിനീതന്റെ അൽഫിയുടെയും ഫത്തുഹുൽ മൊഴീന്റെയും സബക്കുകളും യൂട്യൂബ് വഴിയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും കഴിവിന്റെ പരമാവധി ആ ലിങ്കുകൾ ഉപയോഗപ്പെടുത്തുക. എല്ലാവരും അതിനു വേണ്ടിയുള്ള സപ്പോർട്ടും ദുആയും ഉണ്ടാകണമെന്നുള്ള വസിയത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസികളുടെ മനസ്സുകളെ കീഴടക്കിയ സ്വാധീനിച്ച പ്രവാചക പ്രകീർത്തന കവിതകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പല പ്രസിദ്ധരായ സ്വഹാബികളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാൻ വേണ്ടി അവിടെ കവിതകൾ ഉപയോഗിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈറിനെ പോലെയുള്ള, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യാൻ വേണ്ടി അവരുടെ കവിതകൾ ഉപയോഗിച്ചിരുന്നു. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ചരിത്രം ശേഷം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു 120 വയസ്സ് വരെ ജീവിച്ചിരുന്ന സ്വഹാബിയാണ്. 60 വയസ്സ് ഇസ്ലാമിലും 60 വയസ്സ് ജാഹിലിയത്തിലുമായിരുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽ തന്റെ കവിതകളൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ പുകഴ്ത്താൻ വേണ്ടി ഉപയോഗിച്ചതായിരുന്നു.
ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് സൂറത്ത് ശുആറയിൽ ഗായകന്മാരെ കുറിച്ച് അല്ലാഹു ചില പരാമർശങ്ങൾ നടത്തുന്ന സമയത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കരയുകയും ഹസ്സാൻ ഇബ്നു സാബിത്തിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ആ ആയത്ത് ഇറക്കി, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് എന്ന് തുടങ്ങുന്ന ആ ആയത്തിന്റെ ബാക്കി ഭാഗം ഇറക്കി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹു സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയെ കുറിച്ച് കൂടുതൽ പാടിപ്പുകഴ്ത്തിയ സ്വഹാബിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വദഅ ലി ഹസ്സാൻ ബിൻ സാബിത്ത് മിംബറൻ ഫിൽ മസ്ജിദി ഫകാന യുനാഫിഹു വഫി റിവായത്തിൻ യുഫാഖിറു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം فقال رسول الله صلى الله عليه وسلم اللهم أيد حسان بروح القدس كما نافخ النبي. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മദ്ഹ് പറയാൻ, തന്റെ പ്രകീർത്തനം ആലപിക്കാൻ വേണ്ടി പരിശുദ്ധമായ മദീന പള്ളിയിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ഒരു സ്റ്റേജ് നിർമ്മിച്ചു നൽകി. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രവാചകനെ കുറിച്ച് പാടിപ്പുകഴ്ത്താൻ തുടങ്ങി, പ്രവാചകന്റെ മദ്ഹ് പറയാൻ തുടങ്ങി. ഈ സന്ദർഭത്തിലാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്, അല്ലാഹുവേ ഹസ്സാൻ ജിബ്രീലിനെ കൊണ്ട് ശക്തിപ്പെടുത്തണം. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ശക്തിപ്പെടുത്തണം. നിന്റെ നബിയെ കുറിച്ച് മദ്ഹ് പറയുന്ന കാലത്തോളം, നിന്റെ പ്രവാചകനെ കുറിച്ച് ഫഖ്റ് പറയുന്ന കാലത്തോളം, പ്രവാചകന്റെ മദ്ഹ് പറയുന്ന കാലത്തോളം അല്ലാഹുവേ നീ സയ്യിദുനാ ജിബ്രീലിനെ കൊണ്ട് ഹസ്സാനെ ശക്തിപ്പെടുത്തണമെന്ന് പ്രവാചകൻ ദുആ ചെയ്തിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം മുതൽ തന്നെ ഒരുപാട് കവികൾ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ ആലപിച്ചിരുന്നു. പിൽക്കാലത്ത് സ്വഹാബികളല്ലാതെ താബീങ്ങളും തബഉ താബീങ്ങളും മഹാന്മാരായ അയിമ്മത്തുകളും ഒരുപാട് കവിതകൾ റസൂലുള്ളാഹിന്റെ പേരിൽ മദ്ഹുകൾ രചിച്ചിരുന്നു. അതിൽപ്പെട്ട ഏറ്റവും വലിയ കവിതയാണല്ലോ ഖസീദത്തുൽ ബുർദ. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു രചിച്ച പരിശുദ്ധമായ ഖസീദത്തുൽ ബുർദ. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ നിർമ്മിച്ച പരിശുദ്ധമായ കവിത, ആ കവിതയുടെ പേരാണ് അൽ കവാകിബുദ് ദുരിയ ഫീ മദ്ഹി ഖൈരിൽ ബരിയ. അതിന്റെ പരിപൂർണമായ പേരതാണ്. ഈ പരിശുദ്ധമായ കവിതയുടെ രചയിതാവ് അല്ലാമ ഇമാം ബൂസൂരിയാണ്. അങ്ങനെയാണ് മഹാനവറുകൾ അറിയപ്പെട്ടിരുന്നത്. മഹാനവറുകളുടെ യഥാർത്ഥ പേര് മുഹമ്മദ് ബിൻ സഈദ് ബിനുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു എന്നാണ്. മഹാനവറുടെ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്ന നാമകരണം ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠത ഈ ബുർദയുടെ ഒരു ഭാഗത്ത് തന്നെ മഹാനവറുകൾ വിശദീകരിക്കുകയാണ്. ഹിജ്റ 608 മിസ്റിന്റെ ബൂസൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിക്കുകയും 87-ാമത്തെ വയസ്സിൽ ഹിജ്റ 695 ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാന അല്ലാമ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. മഹാനവരുടെ ആത്മീയ ഗുരുവാണ് അബുൽ അബ്ബാസ് അൽ മിർസി റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണല്ലോ അബുൽ അബ്ബാസ് അൽ മിർസി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവരുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു പോയാൽ അവരുടെ ശരീരങ്ങളെ മുഅ്മിനീങ്ങളുടെ ശരീരങ്ങളായി പറഞ്ഞു ഉൾപ്പെടുത്തിയിരുന്നില്ല. അവര് മുഅ്മിനാണെന്ന് പറഞ്ഞില്ല. പ്രവാചക ചിന്ത അവരെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോയാൽ അവര് മുഅ്മിനാണെന്ന് പറയാൻ അവർ മടിച്ചിരുന്നു. അങ്ങനെയുള്ള വലിയ മഹാനാണ് അബുൽ അബ്ബാസ് അൽ മിർസി റളിയല്ലാഹു അൻഹു. മഹാനവറുകളാണ് ഇമാം ബൂസൂരിയുടെ ആത്മീയ ഗുരു. ഈ രണ്ട് മഹാന്മാരുടെ ഖബറും സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അല്ലാഹു സ്വീകരിക്കട്ടെ. ഖസീദത്തുൽ ബുർദ എന്ന പരിശുദ്ധമായ കവിതയുടെ കാവ്യത്തിന്റെ യഥാർത്ഥ പേര് അൽ കവാകിബുദ് ദുരിയ ഫീ മദ്ഹി ഖൈരിൽ ബരിയ എന്നാണ്. ഈ കാവ്യത്തെ ഇന്ന് അറിയപ്പെടുന്നത് ഖസീദത്തുൽ ബുർദ എന്നും ബുർദാ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്.
ഇങ്ങനെ പുതപ്പ് എന്നാണ് ബുറുദയുടെ അർത്ഥം തന്നെ. ഈ ബുറുദ എന്ന് അറിയപ്പെടാനുള്ള കാരണത്തെ സംബന്ധിച്ച് മഹാന്മാരായ വ്യാഖ്യാതാക്കൾ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ആദ്യ കാലഘട്ടത്തിൽ കൊട്ടാര കവിയായിരുന്നു. സാധാരണ പൊതുവെ ഭരണാധികാരികൾ പ്രതിയോഗികളെ പ്രതിരോധിക്കാൻ വേണ്ടി കവികളെ ഉപയോഗിക്കുമായിരുന്നു. അവരുടെ കവിതകൾ കൊണ്ടാണ് പലരെയും അവരെ ശകാരിക്കുകയും ഇടിച്ചു താഴ്ത്തുകയും പ്രതിരോധിക്കുകയും ചെയ്തിരുന്നത്. ഇതൊരു പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ്. മക്കയിൽ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കവിതയിലൂടെ ബുദ്ധിമുട്ടിച്ച ഒരുപാട് ഖുറൈശികൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് മുസ്ലിമായ മനുഷ്യനാണ് മഹാനായ കഅബ് ബിൻ സുഹൈറിനെ പോലെയുള്ളവരൊക്കെ. അങ്ങനെ മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു തന്റെ ആയുസ്സിന്റെ ഭൂരിഭാഗവും കൊട്ടാരത്തിൽ കവിക്ക് വേണ്ടി കവിതകൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചിരുന്നു. അതിൽ നിന്നൊക്കെ മാറി അവസാനം ആശിഖ് റസൂലായി പ്രവാചക പ്രേമിയായി മാറി. അബുൽ അബ്ബാസ് മിർസി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയ സംരക്ഷണത്തിലൂടെ, അവിടുത്തെ തർബിയത്തിലൂടെ, അവിടുത്തെ ഹിമായത്തിലൂടെ മഹാനവറുകൾ പ്രവാചക സ്നേഹത്തിലൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മഹാനവറുകളുടെ ഈ കവിതയ്ക്ക് ബുറുദ എന്ന് പേര് പറയാനുള്ള കാരണത്തെ സംബന്ധിച്ച് ഹാഷിയത്തുൽ ബാജൂരിയിൽ കാണാൻ കഴിയും. മഹാനായ ഇബ്രാഹിം ബാജൂരി റളിയല്ലാഹു അൻഹു ബുറുദയുടെ വ്യാഖ്യാനമാണല്ലോ ഹാഷിയത്തുൽ ബാജൂരി. അതിന്റെ രചയിതാവ്, അതിന്റെ മുസന്നിഫ് ഇബ്രാഹിമുൽ ബാജൂരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ പരിശുദ്ധമായ കവിതയ്ക്ക് ബുറുദ എന്ന് പേര് കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? لأنه لما نظمها بقصد البرء من داء الفالج الذي أصابه فأبطل نصفه حتى عجز الأطباء. മഹാനവറുകളുടെ ശരീരത്തിന്റെ പകുതി ഭാഗത്തെ, മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ പകുതി ഭാഗത്തെ തളർത്തി കിടത്തിയ ആ വാതരോഗം പിടിപെട്ട സമയത്ത് മഹാനവറുകൾ പല ചികിത്സകളും നടത്തി. ഹത്താ അജസൽ അത്തിബാഉ, ഡോക്ടർമാര് പോലും അശക്തരായി, അവര് കൈയൊഴിഞ്ഞ് അവരെ കൊണ്ട് കഴിയാത്തൊരവസ്ഥ വന്നപ്പോ ഈ രോഗശമനം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ബുറുദ എന്ന് പറഞ്ഞ ആ പരിശുദ്ധമായ കവിത 160 ബൈത്തുകൾ രചിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 160 ബൈത്തുകൾ പൂർത്തിയായി കഴിഞ്ഞപ്പോ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മനാമിഹി, ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഫമസഹ ബിയദിഹി അലൈഹി, അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ റിസാലത്തിന്റെ കരങ്ങൾ, ശറഫാക്കപ്പെട്ട കരങ്ങൾ, മുഅ്ജിസത്തിന്റെ കരങ്ങൾ കൊണ്ട് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്ത് തടകി. വലഫഹു ഫീ ബുറുദതിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ കരങ്ങളിൽ ഉണ്ടായിരുന്ന ആ പുതപ്പിൽ ഇമാം ബൂസൂരി തങ്ങളെ പൊതിഞ്ഞു. ആ പുതപ്പ് റസൂലുള്ളാഹി ഇമാം ബൂസൂരിയുടെ ശരീരത്തേക്ക് പുതച്ചു കൊടുത്തു. ഫബരി അലി വഖ്തിഹി, ആ നിമിഷം തന്നെ മഹാനായ ഇമാം ബൂസൂരിയുടെ അസുഖം മാറുകയാണ് ചെയ്തത്. ഈ പരിശുദ്ധമായ പുതപ്പിനെ അനുസ്മരിച്ചുകൊണ്ടാണ്, പുതപ്പുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഈ പരിശുദ്ധമായ കാവ്യത്തിന്, കവിതയ്ക്ക് ബുറുദ എന്ന പേര് നൽകിയത്. അങ്ങനെയാണ് പരിശുദ്ധമായി കവിത ബുറുദ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാന്മാര് സ്വപ്നം കണ്ടിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ആരെങ്കിലും എന്നെ സ്വപ്നം കണ്ടാൽ തീർച്ചയായും ഫഖദ് റആനി, അവൻ എന്നെ കണ്ടിരിക്കുന്നു. കാരണം ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബിസൂറതി, പിശാച് എന്റെ രൂപത്തിൽ വരികയില്ല, അതിന് കഴിയുകയില്ല. എന്റെ രൂപം പ്രാപിക്കാൻ അവന് കഴിയുകയില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്നെ കണ്ടാൽ ഫഖദ് റആനി, അവൻ എന്നെ കണ്ടു എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആരെങ്കിലും പ്രവാചകനെ മനാമിൽ കണ്ടാൽ പ്രവാചകനെ ഉണർവിലും കാണാൻ കഴിയുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഉണർവിലും സ്വപ്നത്തിലും ധാരാളം മഹാന്മാര് കണ്ടില്ലേ? നമ്മുടെ അയിമ്മത്തുകളൊക്കെ അങ്ങനെയാണല്ലോ. അവരൊക്കെ ഓരോ കിതാബ് രചിക്കുന്നതിന് മുമ്പും, ഓരോ ഹദീസുകൾ രേഖപ്പെടുത്തുന്നതിന് മുമ്പും, ഓരോ മസലകൾ രേഖപ്പെടുത്തുന്നതിന് മുമ്പും മുത്തുനബിയെ സ്വപ്നം കണ്ട് പ്രവാചകനോട് ചോദിച്ചതിന് ശേഷമാണല്ലോ അവിടെ കിതാബുകൾ തന്നെ അവർ ക്രോഡീകരിച്ചിരുന്നത്. കിതാബുകൾ വളരെ വ്യക്തമായി കാണാൻ കഴിയും.
ശുദ്ധമായി കവിതയ്ക്ക് ബുർദ എന്ന പേര് വെക്കാൻ പല കാരണങ്ങളും മഹാന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ലൊരു കാരണം ഇതാണ്. മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്. പ്രവാചകനെ ധാരാളം പാടിപ്പുകഴ്ത്തിയ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ബാനത്ത് സുആദയ്ക്ക് വളരെ പ്രസിദ്ധമാണ്. സുഹൈറിന്റെ 2 മക്കളാണ് ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു, അതുപോലെ ജുബൈർ റളിയല്ലാഹു അൻഹു. ജുബൈർ റളിയല്ലാഹു അൻഹു നേരത്തെ മുസ്ലിമായി. കഅബ് റളിയല്ലാഹു അൻഹു തന്റെ കവിതകളിലൂടെ ഹബീബിനെ ഒരുപാട് ഉപദ്രവിച്ചു, ശല്യം ചെയ്തു. സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ലഖിയ മിൻകും കഅബ് ബിൻ സുഹൈറിൻ ഫൽയഖ്തുൽഹു. നിങ്ങൾ ആരെങ്കിലും കഅബ് ബിൻ സുഹൈറിനെ കണ്ടാൽ വധിച്ചു കൊള്ളട്ടെ എന്നുള്ള കൽപ്പന വന്ന സമയത്ത് സയ്യിദുനാ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിലേക്ക് തന്റെ സഹോദരൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതി, പ്രവാചകന്റെ കൽപ്പന വന്നിരിക്കുന്നു, അതുകൊണ്ട് മുസ്ലിം ആകണം, വേറൊരു രക്ഷയുമില്ല. മുത്തുനബിയുടെ അടുക്കൽ വന്ന് മാപ്പ് അപേക്ഷിക്കണം. കഅബ് ബിൻ സുഹൈറിന്റെ സമീപത്തേക്ക് സഹോദരൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കത്തെത്തിയ സമയത്ത് മാറ്റങ്ങൾ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ നാം വിട്ടു തുടങ്ങി. കഅബ് റളിയല്ലാഹു അൻഹുവിന് മുസ്ലിം ആകണമെന്നുള്ള ചിന്ത തുടങ്ങി. മുത്തുനബിയോട് മാപ്പ് അപേക്ഷിക്കണം എന്നുള്ള ചിന്ത തുടങ്ങി. സയ്യിദുനാ കഅബ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരികയും പ്രവാചകനോട് പറഞ്ഞു, ഉംബിയതു അന്ന റസൂലല്ലാഹി ഔഅദനി വൽ അഫു ഇൻദ റസൂലില്ലാഹി മഅമൂലുൻ. നബിയെ, അങ്ങ് എന്നെ വധിക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു. വൽ അഫു ഇൻദ റസൂലില്ലാഹി മഅമൂലുൻ. അങ്ങയുടെ സവിധത്തിൽ മാപ്പ് സ്വീകരിക്കപ്പെടുന്നതാണല്ലോ. അങ്ങയുടെ സവിധത്തിൽ വന്നാര് മാപ്പ് അപേക്ഷിച്ചാലും മാപ്പ് സ്വീകരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കുറിച്ച് പാടി പുകഴ്ത്താൻ തുടങ്ങി. അങ്ങനെ മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ പാടി പുകഴ്ത്തി, ഇന്ന റസൂല ലനൂറുൻ യുസ്തളാഉ ബിഹി എന്ന് പറയുന്ന ബൈത്ത് അങ്ങോട്ട് പാടാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തണിഞ്ഞിരുന്ന, പ്രവാചകന്റെ ശരീരത്തിനോട് ചേർന്ന് കിടന്നിരുന്ന പരിശുദ്ധമായ ഒരു പുതപ്പെടുത്ത് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ അണിയിച്ചാദരിച്ചു. ആ പരിശുദ്ധമായ പുതപ്പ് മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിനോട് മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, 10,000 ദിർഹം നൽകാമെന്ന് പറഞ്ഞു. മഹാനായ കഅബ് ബിൻ സുഹൈർ പറഞ്ഞു, നബിക്ക് പകരം ഞാൻ ആരെയും തിരഞ്ഞെടുക്കുന്നില്ല. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തണിഞ്ഞിരുന്ന ആ പരിശുദ്ധമായ പുതപ്പിനെക്കാളും ദുനിയാവിൽ ഞാനൊന്നും തിരഞ്ഞെടുക്കുന്നില്ല എന്ന് പറയുകയും മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു മരണശേഷം മഹാനവറുകൾ മരിച്ചതിന് ശേഷം കുടുംബക്കാരിൽ നിന്നും 20,000 ദിർഹം നൽകി മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അത് വാങ്ങിയെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അൽ ബിദായത്ത് വൻ നിഹായയിൽ വളരെ വ്യക്തമായി കൊടുക്കുകയാണ്. പരിശുദ്ധമായ ബുർദ, അതിന് വലിയ പവറുണ്ട്. അതുപോലെ ഒരു പുതപ്പാണ് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ശരീരത്തിലേക്കും അല്ലാഹുവിന്റെ റസൂൽ മനാമിൽ സ്വപ്നത്തിൽ വന്ന് ശരീരത്തേക്ക് പുതച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധമായ കവിതയ്ക്ക് ബുർദ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ കവിതയുടെ ഈ കാവ്യത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഈമാൻ തരട്ടെ, പ്രവാചക സ്നേഹം തരട്ടെ, സന്തോഷം നൽകട്ടെ, ഈമാനോടുകൂടിയുള്ള മൗത്ത് നൽകി അനുഗ്രഹിക്കട്ടെ.